ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഒരു ലണ്ടൻ ഡേ ട്രിപ്പിൻ്റെ. എൻ്റെ മോൻ കണ്ടാലേ അറിയാൻ വലിയ സുഖമില്ലാണ്ടിരിക്കണേണെന്ന്. കാരണം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എനിക്ക് ഈ ഫോണും പിടിച്ചിരിക്കണത് വലിയ ശീലമില്ലാത്തതാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പുതിയതായിട്ടുള്ളൊരു പരിപാടിയൊക്കെ തുടങ്ങിയതല്ലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടനെ വീഡിയോ കോൾ ചെയ്തു. അവനായിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അവൻ കുറേ കോമഡിയും ഫണ്ണൊക്കെ അടിച്ച് ഞങ്ങൾ രണ്ടും ഫോണൊക്കെ വെച്ചു. ഞാൻ തിന്നണത് എന്താണെന്നൊക്കെ കാണിച്ചു കൊടുത്തു അവന്. ദേ നിങ്ങൾക്ക് ഇവിടെ കാണാം, എല്ലാവരും എണീറ്റ് റെഡി ആവുന്നുള്ളൂ. ചേച്ചി റെഡി ആവുന്നുള്ളൂ. ഞാൻ ലിറ്റി റെഡിയായി കഴിഞ്ഞു. അഞ്ജിത ഇപ്പോഴും പുതപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായി റെഡി ആയിക്കൊണ്ടിരിക്കണം. ഞങ്ങളിങ്ങനെ പുറത്ത് ഈസ്റ്റ് ഹാമിൽ പോകാമെന്ന് പറഞ്ഞു. ഇന്ന് ലണ്ടനിൽ പോകുന്നില്ല, ഈസ്റ്റ് ഹാമിൽ ഫ്രഷ് മീറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഫ്രഷ് മീറ്റ് അധികം കിട്ടാനില്ല, അപ്പം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, ഫ്രഷ് മീറ്റ് കിട്ടുന്ന കടയിലെത്തി. അപ്പം കുറേ ചിക്കനും മട്ടനും കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അത് പശുവിൻ്റെ മൂക്കാണ് ഗൈസ്. എനിക്കറിയില്ല ഇവിടെ ആരൊക്കെ തിന്നുന്നുണ്ട് അത്. പിന്നെ അത് നാക്ക്, അത് 2 ആടിൻ്റെ തല്ല്. ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. കുറേ പേര് എല്ലാവരും കഴിക്കുന്നുമുണ്ട്. ഇവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെയായിരിക്കും. നമ്മളെന്തായാലും ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിലും മിക്കവരും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ കുറേ ലിവറും കിഡ്നിയും സംഭവങ്ങളൊക്കെ അതിനകത്തിരിക്കുന്ന കാണാം നമുക്ക്. ഇതൊക്കെ ഫ്രഷാണ് കേട്ടോ, നമ്മുടെ ഫ്രോസൺ അല്ല. മിക്ക സ്ഥലത്തും ഫ്രോസൺ ആണ് ഇവിടെ കിട്ടുന്നത്. ഈ സ്റ്റാമ്പിൽ ഇതിപ്പോൾ ഫ്രഷ് കിട്ടി. പിന്നെ ഞാനൊരു മിനി ചട്ടി ഭാഗം കണ്ടു ഗൈസ്. ഞാൻ കുറേ നാളെ ഇങ്ങനെ ഫ്രഷ് മീനൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതേ നമ്മുടെ മുമ്പിലിരിക്കുന്ന ചാള പോലെ തോന്നിക്കുന്നത് അത് ചാളയല്ല. പിന്നെ അതേ ഞണ്ട് വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഞണ്ടിന് 10 പൗണ്ട് ഒരു ഞണ്ടിന്. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ ഈ ഉണക്കമീൻ്റെ മണമൊക്കെ അടിച്ച് അവിടെ കുറേ നേരം നിന്ന് മീനൊക്കെ വാങ്ങിച്ചു. പിന്നെ അതേ കുറേ ഫ്രോസൺ ഐറ്റം, അതായത് ഹോം ബാർഗെയിൻസിലും മിക്ക സ്ഥലത്തും കിട്ടുന്ന ഫ്രോസൺ ഐറ്റം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചീപ്പായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾ വാങ്ങിച്ചില്ല ഫ്രോസൺ ഐറ്റം, ഇവിടെ കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒരു വെറൈറ്റി സാധനം ഞാൻ കണ്ടുപിടിച്ചു, കോഴിക്കാൽ എന്തായാലും നമ്മളാരും തിന്നാൻ പോകുന്നില്ല, അതുകൊണ്ട് കോഴിക്കാൽ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഡാഗ്നം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ശരവണാഭവനിലേക്ക് വിടുവാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ 3-4 പേർക്കും വിശക്കാൻ തുടങ്ങി. രാവിലെ ആയപ്പോഴത്തേനും വിശപ്പ് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. നല്ല രസമായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്ക് ഈ നല്ല ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് പോകാം. ഇനി ഞങ്ങൾ രണ്ടുപേരും പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ടിരുന്നു. അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരാൾ ഉറങ്ങി. നല്ല രീതിക്ക് നല്ല ഉറക്കമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എണീറ്റ് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാണുന്നതൊക്കെ കുറേ കടകളാട്ടോ, നമ്മുടെ നാട്ടിലെ പോലത്തെ കടകൾ നമുക്ക് കാണാം. ഈ ഷട്ടറൊക്കെ ഇട്ട കടകൾ. എൻ്റെ അവിടെയൊന്നും, ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെയില്ല. ഇങ്ങനെയൊന്നുമല്ല കടകൾ, വേറെ രീതിയിലുള്ള കടകളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോണ വഴിക്കാണ് കണ്ടത് ഒരു സിക്കിമിൻ്റെ കല്യാണം. നമ്മുടെ ഇന്ത്യനിൽ നടക്കുന്ന പോലത്തെ കല്യാണം കണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ എന്തോരം വർഷമായി ഒരു കല്യാണം കൂടിയിട്ടിരിക്കുന്നത്. കുറേ നാളെ ഒരു സദ്യ കഴിക്കാൻ വേണ്ടി പോയായിരുന്നു, അല്ലാണ്ട് പരിപാടിയിലോ അല്ലെങ്കിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല. എന്തോരം വർഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരവണാഭവൻ്റെ അവിടെ എത്തി. അപ്പോഴാണ് ഞങ്ങൾ പുതിയ സാധനങ്ങൾ പേ ബൈ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കണ്ടത്. നമ്മൾ ഫോണിൽ കൂടി വേണം പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റാമിൻ്റെ ആ സെൻറ്ററിലേക്ക് എത്തി. ഞങ്ങൾ എന്നിട്ട് അവിടെയൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് നോക്കുന്നത് പലതരം കടകൾ, നമ്മുടെ നാട്ടിലെ പോലത്തെ കടകൾ. ഈ ബ്രോഡ്വേയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തുള്ള ഒരു ഫീലായിരുന്നു കേട്ടോ. അവിടെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യക്കാർ അവിടെ കുറേ പേര് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ മുകളിൽ ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അവിടെ തന്നെയാണ് ഈ ശരവണാഭവനും ഉള്ളത്. അപ്പം ഞങ്ങൾ ഓരോ കടകളുടെ പേരൊക്കെ ഇങ്ങനെ വായിച്ച് നടക്കുമായിരുന്നു. കണ്ടു ഡയാന, മദീന മസ്ജിദ്, ഫാബ് കേക്ക്, അങ്ങനെ കുറേ ഇന്ത്യൻ കടകളുടെ പേരുണ്ടായിരുന്നു. അത് എവിടെയൊക്കെ കാണാം ആദ്യാർന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഈ നടക്കുമ്പോഴൊക്കെ കാണാം ഒരു ചേച്ചി ചുരിദാറിട്ട് പോണ്. അതെന്തായാലും ഇന്ത്യക്കാരിയാണ്, മലയാളി ആയിരിക്കണം ചിലപ്പോൾ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ ദൈവങ്ങളൊക്കെ ആയിരിക്കുന്നു. അല്ല, ഇതേതോ തമിഴന്മാരും കർണാടകമാരുടെ ദൈവങ്ങളാണ്. എനിക്ക് ആരെയും അധികം പ്രത്യേകിച്ച് മനസ്സിലായില്ല. മറ്റേ ഹനുമാൻ ഉണ്ടായിരുന്നു, പിന്നെ വേറെ മഹാലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് വേറെ ആരെയും മനസ്സിലായില്ല. പക്ഷെ അമ്പലം വെച്ചത് എന്തായാലും കൊള്ളാം. നമുക്ക് ഇവിടെ ചർച്ചൊക്കെ ഉണ്ട്, എന്നാലും അമ്പലമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പുറംനാട്ടിൽ വരുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങളിങ്ങനെയൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ശരവണഭവനിലെത്തി. നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചത് അതെ പുറകിൽ മൊത്തം ഇരിക്കണ ഇന്ത്യക്കാരാണ്. അതിൽ മിക്കവരും മലയാളവും സംസാരിക്കുന്നുണ്ട്, മലയാളികളും ഉണ്ട്. നല്ലതായിരുന്നു. ഞാനൊരു മസാല ദോശ കഴിച്ചത്. സ്പൾബർ ചന്ന ഭട്ടൂരൊക്കെ ഓർഡർ ചെയ്താകെ വിഷമിച്ചിരിക്കും കേട്ടോ. ഇത്രയും വലുതാണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ പ്രതീക്ഷിച്ചില്ല.
പ്രതീക്ഷയില്ല ഇത്രയും വലുതാണ്. ഞാൻ എൻ്റെ മസാല ദോശ ആയിരിക്കുന്നു വീണ്ടും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരും എന്തൊക്കെയൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വിഗ്രഹം വിൽക്കുന്ന ഒരു കടയിൽ കയറിയായിരുന്നു. ഞാൻ വിഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കാരണം എൻ്റെ ഇല്ലായിരുന്നു. എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിം അത് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേനും ആ ചില്ല് പൊട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കളഞ്ഞു അത്. അപ്പം ഞാൻ ഒരു വിഗ്രഹം വാങ്ങാൻ വേണ്ടി അതിനകത്ത് കയറി ഫോൺ വിളിച്ചപ്പം എന്നെ കുറേ ചീത്ത എൻ്റെ വീട്ടുകാർ. നീ ഇത് വാങ്ങണ്ട, വെറുതെ വാങ്ങുന്നേ, നിനക്ക് നാട്ടിൽ വരുമ്പോൾ നിനക്ക് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ പാഴ്സൽ അയക്കാം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ആ വിഷമത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ കയറിയപ്പം അവരെന്നെ വേറെ കുറേ ചീത്ത പറഞ്ഞു. ജീൻസ് ഇട്ട് കയറാൻ പാടില്ല, ജീൻസ് ഇട്ട് ഇവിടെ അനുവാദമല്ല. ഞാൻ കൈയും കാലൊക്കെ പിടിച്ച് പറഞ്ഞു ഞാൻ ഇത്രയും ദൂരെ നിന്ന് വരികയാണ്, എന്നെ കയറ്റു എന്നും പറഞ്ഞ് അവരങ്ങനെ കയറ്റി. അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു പപ്പായയും ഓറഞ്ചും വാങ്ങിച്ച് ഇറങ്ങി. കാരണം പപ്പായ ഞങ്ങളുടെ അവിടെ കിട്ടാനില്ല. പപ്പായ നല്ലതുമാണ്, മുഖത്തൊക്കെ പരട്ടാനും നല്ലതാണ്. ഞങ്ങൾ ഇതുവരെ പരട്ടിയിട്ടില്ല, ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ലിറ്റി എന്നെ വഴക്കുറഞ്ഞു, നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലടി എന്നും പറഞ്ഞിട്ട്. ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞത് ഞാൻ വെറുതെ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ വിചാരിച്ച എത്ര ഉണ്ടായിരിക്കുള്ളൂ വീഡിയോ എന്ന്. പക്ഷേ ഞങ്ങൾ ദാഹിച്ചപ്പോൾ ഞങ്ങളൊരു സർവീസ് സ്റ്റേഷനിൽ നിർത്തി. ഞാൻ വീണ്ടും ക്യാമറ എടുക്കാനാണ് കയറിയത്. പക്ഷേ നീ പോയി ക്യാമറ എടുത്തിട്ട് വാടിയെന്നും പറഞ്ഞ് എല്ലാം കൂടി എന്നെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ക്യാമറ എടുക്കാൻ വേണ്ടി പോയി. അതിൻ്റെ അകത്ത് കയറി. ഇതാണ് ഒരു സർവീസ് സ്റ്റേഷൻ. അതിനകത്ത് കുറേ കടകളൊക്കെ ഉണ്ട്. സ്റ്റാർബക്സ് ഉണ്ട്, WH സ്മിത്ത് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബർഗർ കിങ്ങിൽ കയറി ഷേക്ക് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല കാത്തിരിപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേയൊക്കെ ക്യാൻസലായി പോയി. ലിറ്റി ഓർഡർ ചെയ്യുന്നതൊക്കെ ക്യാൻസലായി പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുമ്മാ കറങ്ങിയടിച്ച് നടന്നു, ഞാനും അനീറ്റി ചേച്ചിയും കൂടി. എന്നാലും ക്യാമ്പിങ്ങിൻ്റെ ആ ചെയറിൽ കയറിയിരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ ഇരുന്ന്. ക്യാമറമാൻ വളരെ വളരെ മോശമാണ്. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ അത്ര എനിക്ക് ക്യാമറയിൽ വലിയ പിടിയൊന്നുമില്ല. ഞാനും എന്തൊക്കെയൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ ഞാൻ ഒരു വാനില ഷേക്ക് ഓർഡർ ചെയ്ത്. വാനില ഷേക്ക് റിയാക്ഷൻ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നല്ലതാണ്, ഒട്ടും കൊള്ളത്തില്ല, വായ വെക്കാനേ കൊള്ളത്തില്ല. ഇതിനെക്കാട്ടും ബെറ്ററായിട്ട് എൻ്റെ അമ്മ ഷേക്ക് അടിച്ച് തരും. ഇത് വെറുതെ പൈസ മുടക്കി ഒരു സാധനം വാങ്ങിച്ച്. സോപ്പിൻ്റെ ചൊവയായിരുന്നു, ശരിക്കും സോപ്പിൻ്റെ ചൊവയായിരുന്നു. ഗായ്സ്, നിങ്ങൾ വേറെ ഒരു കാര്യം നോക്കൂ, എന്നെ അല്ലാണ്ട് അപ്പുറത്തേക്കുന്ന കുട്ടി. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ഫുഡ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നത്. ആൾ ഫോട്ടോ ആണോ അല്ലെങ്കിൽ അനിയത്തി ചേച്ചീനെ എടുക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കിങ്ങനെ ഒരു കൂട്ടുകാരി ഉണ്ടാവും. അതുപോലെ ഒരുത്തിയാണ് അവള്. ഞാനപ്പോഴത്തേനും തിന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു, വലിയ ഗുണമൊന്നുമില്ല എന്ന്. അങ്ങനെ ചേട്ടനും അതന്നെ ഓർഡർ ചെയ്തത്. ചേട്ടനും വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ ഞങ്ങളുടെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി കാറിലാണ് പോവാണ്.
നമ്മുടെ നാട്ടിലെ റബ്ബറുംകാട് പോലെ ഇല്ലേ. ഇവിടെ സമ്മർ നല്ല രസമാണ് കേട്ടോ. ഈ കോൺവാൾ സമ്മർ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ നിർത്തിയതാണ് ഇതടിക്കാൻ വേണ്ടിയിട്ട്, പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയപ്പോഴാണ് 5 പൗണ്ടിന് 2 ടിന്നിന് സ്ട്രോബെറി വെക്കുന്നത്. നല്ല ഫ്രഷ് സ്ട്രോബെറി, എന്തുകൊണ്ടും പറയാലോ നല്ല അടിപൊളിയാണ്. ഇനി ആരെങ്കിലും ഈസ്റ്റ് ഹാം വഴി അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കോൺവാൾ വഴി, എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ വഴിയുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല ഏതാന്ന്, പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ. നല്ല ഫ്രഷ് സാധനമാണ്. 5 പൗണ്ടിന് നമുക്കിത് 2 പാക്കറ്റ് ലാഭമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴുകി കഴിക്കണം. ഇത് ഫ്രഷായ കാരണം പുഴുക്കൾ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ. അപ്പം അതുകൊണ്ട് കഴുകിയിട്ട് വേണം കഴിക്കാൻ. ഈ മണ്ണിൻ്റെ ഇടയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഈ പുല്ലും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പാട്ടൊക്കെ പാടി, കാറിൽ നിന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് സ്ട്രോബെറിയൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇരിക്കതേ നോക്കുമ്പോഴാണ് അവിടെ സ്റ്റോൺ ഹെഡ്ജ് കാണുന്നത്. എൻ്റെ ഇവിടുത്തെ ഓണർ പറഞ്ഞായിരുന്നു ഇത് നല്ല അടിപൊളിയാണ്, പോയി കാണണമെന്ന്. പക്ഷേ അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഇത് ഒരു എത്രയോ BCയിലുള്ള കല്ലുകളാണ്. ആരിവിടെ കൊണ്ടുവന്ന് ഇട്ടേന്നും എങ്ങനെയാണ് റൗണ്ടിൽ വന്നിരുന്നതെന്നും ആർക്കും ഇതുവരെ അറിയില്ല. 25 ടണ്ണ് വെയിറ്റുള്ള കല്ലുകളാണ്. ഇതുവരെ ആരും മാറ്റാനോ നീക്കാനോ ഒന്നും നോക്കിയിട്ടില്ല. അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് കയറണമെങ്കിൽ 21 പൗണ്ട് കൊടുക്കണം. അപ്പം ഞങ്ങൾ എന്നാൽ അതിനകത്ത് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. നല്ല നമ്മളവിടെ നടക്കുമ്പോഴൊക്കെ നമ്മുടെ താഴെ തന്നെ പൊക്കത്ത് തന്നെ ഇങ്ങനെ ആകാശം വന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടി പോകുന്നത്, ടിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളവരാണ് ഈ വഴി കൂടി പോകുന്നത്. ഞങ്ങൾ വന്ന് ഈ വഴി കൂടി കയറാം എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് കയറിയതാണ്. ടിക്കറ്റ് കൊടുക്കാണ്ട് കയറി. ഈ ടിക്കറ്റ് വാങ്ങിച്ചവരുടെ കയ്യിലൊരു ബാൻഡ് ഉണ്ടാവും. അത് ഞങ്ങൾ പിന്നെയാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങിയപ്പോൾ അതിൻ്റെ ടൈമിങ്സും എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഈ സൈഡിൽ കാണുന്നത് കുറേ ഹട്ടുകളാട്ടോ. ഇവിടെ ഇതിനു മുമ്പ് പഴയത് 1900-ലാണെന്ന് തോന്നുന്നു ഈ പണിക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നൊരു കുടിലാട്ടോ. ഇത് കാണുന്നത് അവരുടെ കിടപ്പ് സ്ഥലമാണ്. പിന്നെ ആ കാണുന്നത് ഷെൽഫാണ്, അവർക്ക് ഈ പണി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു ഹട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ പണിക്കാർ. മിക്കതും ലോക്കായിരുന്നു, അങ്ങനെ 3 എന്തോ ഓപ്പൺ ആയിരുന്നുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഇങ്ങനത്തെ കാണാമല്ലോ. ഇപ്പം അതുണ്ടാവില്ല, പക്ഷേ പണ്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ആ സെയിം കല്ലിൻ്റെ ഒരു കല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വലിക്കാം നമുക്ക്. അപ്പോൾ ഒരാളെ കൊണ്ട് എന്തായാലും വലിക്കാൻ പറ്റത്തില്ല. അതിൽ എഴുതിയിട്ടുണ്ട് 99 പേര് വെച്ചൊക്കെ വലിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 കുട്ടികളും വലിച്ചു. എവിടെ അണങ്ങത്തില്ലെന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാമായിരുന്നു. ഇത് 99 പേരോ? 95 ഞാൻ നോക്കട്ടെ, ലൈറ്റ് പോയത് ചെയ്യും. പോലുമില്ല. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല സ്റ്റോൺ ഹെഡ്ജ്. അവിടെ 18 പൗണ്ട് കൊടുക്കണം, അതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ അടുത്തുള്ളൊരു വലിയൊരു വേറൊരു കല്ല് കണ്ടു, പിന്നെ ഒരു ഹട്ട് കണ്ടു. പിന്നെ എന്തിനാണ് ഒരു കല്ല് കാണാൻ വേണ്ടി എന്തിനാണ് 18 പൗണ്ട് കൊടുക്കണേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒന്നും എക്സ്പ്ലോർ ചെയ്യത്തില്ല. അന്നൊരു കാര്യം ചേട്ടൻ ചെന്ന് പോയി കണ്ടിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. നീ എന്തിന് ലണ്ടൻ ബ്രിഡ്ജിൽ എന്ത് കണ്ടു? ലണ്ടൻ ബ്രിഡ്ജിൽ ബ്രിഡ്ജ് കണ്ടു. ആ ബ്രിഡ്ജിനകത്ത് നീ കാണണ്ടേ? വെറും പാലല്ല, ഇവിടെ ഇഷ്ടം പോലെ പാലമുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പാലം ഉണ്ടല്ലോ. ആ പാലം പോയി കണ്ടവര് ഇഷ്ടം പോലെ ബ്രിഡ്ജുകൾ ഇവിടെ ഇല്ലേ? ലണ്ടൻ ബ്രിഡ്ജിൽ പ്രത്യേകത എന്താ പ്രത്യേകത? കൊറേ വർക്കുകള് ആ ലണ്ടനിലാണ്. ഇവിടെ വെറും കല്ല്. കല്ലിന് അത്ര വർഷങ്ങളോളം പഴക്കം. പോയി കണ്ടിട്ട് വരവാ. എനിക്കൊരു താല്പര്യമൊന്നുമില്ല. അതിലൊരു കല്ലാണ് ഇവിടെ കൊണ്ട് ഇട്ടേക്കണേ അവര്.
അഞ്ചാറെണ്ണം അവിടെ കുത്തി നിർത്തിയേക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകത ഒന്നുമില്ല. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണേ. അടിപൊളി കാർ. ഏത് വേണം ലിറ്റിക്ക്? ഏത് കാറാ വേണ്ട ലിറ്റിക്ക്? സ്വിഫ്റ്റ് അല്ലേ നീ നോക്കുന്നത്? സ്കോഡ പോണം. കിയ, നിസാൻ, BMW. ആഹാ, ഇതെന്റെ വണ്ടി. ഫോർഡ്, സിട്രോൺ, ഫോർഡ്. ഞാൻ പറയാം ഈ വണ്ടി ഏതാണ്? ജുറാസിക് പാർക്ക്, വോൾവോ, മിനി കൂപ്പർ. ഏത് മിനി കൂപ്പർ? ഇത് വോൾവോ, ഇത് നിസാൻ. ഔട്ട്ലാൻഡർ. എനിക്ക് റേഞ്ച് റോവർ. ഓ, നമ്മുടെ കാർ. ഇത് ഏത് കാറാണ്? കിട്ടുന്നവന്റെ ശ്രദ്ധയ്ക്ക് പജീറോ വാങ്ങിച്ചെടുക്ക. ലിറ്റിയുടെ തരുന്നതായിരിക്കും. സെക്കൻഡ് ഹാൻഡ് ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ചേച്ചി ഒരു പജീറോ ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. ചുറി വന്ന സ്ട്രോബെറി പോലെ. ചൂറി വന്ന സ്ട്രോബെറി പോലെ. സ്ട്രോബെറി പഴുക്കാത്തതിനുള്ള ഓർമ്മ. നിനക്ക് ഞാനും തിന്നാം. 4, 5, 6. ഒന്നും പറയാനില്ല. ഒന്നും പറയണ്ടപ്പ. പറയാനില്ല. നല്ല ഫ്രഷ് സാധനം. അതും രണ്ട് എന്താ ടിന്നിന് ഡെപ്പി 5 പൗണ്ട് 500 രൂപ. 500 രൂപ. ഇവിടെ അത് ലാഭമാണ്. 500 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഏത്തപ്പഴം വാങ്ങാം. പാട്ടിട്ടുക. പാട്ട് ഓഫ് ചെയ്ത് ഗൈസ്. എന്താ പ്ലംബറാ സപ്ലറാ എന്തായിരുന്നു? സ്പൾബർ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരയ്ക്ക് ചെരുപ്പൂലിയതാ. സൈനിങ് ഓഫ്. ബൈ. അങ്ങനെ ലണ്ടൻ യാത്ര കഴിഞ്ഞിരിക്കുന്നു. ലണ്ടൻ യാത്ര കഴിഞ്ഞു. ലിറ്റി ഇപ്പൊ വിഷമിച്ചിക്ക. പിന്നെ പോവാണ് നമുക്ക്. ഞങ്ങളൊക്കെ ഇവിടെ വല്ലേടി. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഉറങ്ങിക്കോ. ഇപ്പൊ ഇവിടെ സമയം എന്ന് പറയുന്നേ രാത്രി 8:30. എന്തിനു വിളിച്ചോ? 8:30. ഞങ്ങൾക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. മുകിത്തു എല്ലാമേ മുകിത്തു.